അയ്യപ്പക്കുട്ടി വണ്ടി എടുത്ത് അവന്മാര് പോയി. ആ ഗൗരിദാസനെ കാണുന്നില്ല. അവരെന്തെങ്കിലും സംഭവിച്ചാണോ? അയ്യേ, അവൻ ആരാ മോൻ? അവൻ ഓട്ടത്തിലും ചാട്ടത്തിലും ഒന്നാമനല്ലേ. അവനൊന്നും സംഭവിക്കില്ല. വടിവാളുമായിട്ട് ബോധമില്ലാത്ത ഒരു പച്ചപാവന്റെ പുറകെ കൂടിയിരിക്കുന്നു. അവരെന്തെങ്കിലും സംഭവിച്ച അതിന് വല്ലതിനും അവന്മാര് ശ്രമിച്ച അവന്മാരുടെ പരിപ്പ് അവൻ അളക്കും. എന്റെ ദൈവമേ, ആ ഒറ്റകളെ കുറച്ചുപേരെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവന്മാരുടെ പരിപ്പെടുക്കാൻ എന്റെ കൈ തരും. ആഴമുള്ള കയത്തിലേക്കാ വീണത്. നല്ല അടിയൊഴുക്കുള്ള സ്ഥല. രക്ഷപ്പെട്ടത് ഭാഗ്യാന്നേ പറയണ്ടു. ആ, ഇനി കണ്ണടച്ചോളൂ. ലേശം നീറ്റലുണ്ടാവും, എന്നാലും പെട്ടെന്ന് മുറിവുണങ്ങും. അത് വെറുതെ, അത്രയ്ക്കൊന്നുമില്ല. കഴിഞ്ഞു. ദാ ഇതൊന്ന് കെട്ടിവെക്കേ വേണ്ടു. എവിടെ പോയി കിടക്കുക? ഉണർന്നോ? മാമിത്തള്ള. എന്റെ വകയിലൊരു അമ്മൂമ്മയാ. അമ്മ മരിച്ച ശേഷം ഒരു സഹായത്തിനെന്ന് പറഞ്ഞ് കൂടിയതാ. ഇപ്പൊ ഒരു ശല്യായി. എന്താ കുട്ടിയുടെ പേര്? കേട്ടില്ലേ? ഇപ്പൊ അകത്തുനിന്ന് വിളിച്ചു തന്നെ. ചീമൂന്ന്. സീമന്തിനെന്നാ ശരിക്കുള്ള പേര്. അപ്പനുണ്ടായിരുന്നപ്പോ വിളിച്ചതാ ചീമൂന്ന്. ദാ വരുന്നു. ഇപ്പൊ വരാട്ടോ. ഉച്ചത്തിൽ നിലവിളിച്ചോ? രണ്ടിന്റെയും അവസാനത്തെ നിലവിളിയായത്. സ്നേഹമുള്ള നാട്ടുകാരെ, നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചതാണ്. ഞങ്ങള് കള്ളന്മാരല്ല. അത് നാളെ നേരം വെളുക്കുമ്പോൾ അറിയാം. ദാ അത് കണ്ടോ, ആ കാണുന്നതാ യക്ഷിയമ്പലം. പാതിരാവാകുമ്പോ അവൾ ഇറങ്ങി വരും. പിച്ചി ചീന്തി ചോര കുടിച്ച് ആ കാണുന്ന കരിമ്പനെ കൊണ്ട് തൂക്കിയിടും. നാളെ നേരം വെളുക്കുമ്പോ ജീവനോടെ ഉണ്ടെങ്കിൽ ശിക്ഷ വിധിച്ചോളാം. വേണ്ട, ഇനി ഒന്നും കേക്കണ്ട. എനിക്ക് വെറുതെ നാട് കാണാൻ വന്നല്ല എന്നോട് പറഞ്ഞത്. ഇതാ മനസ്സിലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നു. സീമന്തിനി, നീ സഹായിച്ചില്ലെങ്കിലും ഞാൻ പോവും. എനിക്ക് ആ ക്ഷേത്രത്തിനുള്ളിൽ കയറണം. കയറിയേ പറ്റൂ. വർഷങ്ങളായി പൂട്ടിയിട്ടിരിക്കുന്ന ക്ഷേത്രത്തെക്കുറിച്ചും നാട്ടുകാർക്കുള്ള വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതിനുള്ളിൽ കടന്ന എന്താ സംഭവിക്കാന്നറിയോ? ഒരിക്കൽ എന്റെ നന്ദിനി കിടാവിന്റെ കാലം നൊടിഞ്ഞപ്പോ കുറുക്കന്മാര് കുടിയിൽ വന്ന് പിടിക്കാണ്ടിരിക്കാൻ ക്ഷേത്രത്തിന്റെ കിളിവാതിൽ തള്ളി തുറന്ന് കിടാവിനെ അതിനകത്താക്കി. നേരം പുലർന്നപ്പോ പടിക്കല് ചത്തു കിടക്കായിരുന്നു പാവം. പിന്നെ അറിഞ്ഞത് യക്ഷി അത്ര അത് ചെയ്തത്. ആയിക്കോട്ടെ, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ ഒന്നും ചെയ്യാനാവില്ല അവൾക്ക്. സൂര്യമംഗലത്തെ ബ്രഹ്മദത്തൻ നമ്പൂരിയുടെ മകനാ ഞാൻ ജപിക്കുന്ന മന്ത്രങ്ങൾക്ക് മുമ്പിൽ അവൾ അടുക്കില്ല. പക്ഷേ ആ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് കടന്നു കിട്ടാൻ നീ എന്നെ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി. ഇല്ല, എനിക്ക് പേടിയാ. ഒന്നും ഞാൻ ചെയ്യാം. നാട്ടുകാർ കെട്ടിയിട്ടിരിക്കുന്ന ചങ്ങാതിമാരെ എങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവരാം. മറ്റൊന്നും എന്നോട് ആവശ്യപ്പെടരുത്. പറ്റില്ല എനിക്ക്. സീമന്തിനി, നീ പറഞ്ഞില്ലേ ആ കിടാവിനെ അകത്താക്കിയ കിളിവാതിൽ? ആ വാതിലൊന്ന് കാട്ടിത്തന്നാ മതി എനിക്ക്. തിരിച്ചു പോയാലോ? വേണ്ട, എനിക്ക് പേടിയാവുന്നു. നമുക്ക് മടങ്ങിപ്പോവാം. ഗൗരി, ഇനി മുമ്പോട്ട് പോണ്ട. ഇത് അവളുടെ ശബ്ദമാണ്, യക്ഷിയുടെ. വേണ്ട ഗൗരി, ഈ രാത്രിയിൽ വേണ്ട. നാളെ പകൽ വന്ന് കയറിയാ പോരെ. തിരിച്ചു പോകാനാണോ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നത്? എനിക്ക് ആ ചിലമ്പ് വേണം. അതില്ലാതെ മടങ്ങാനാവില്ല. ഭയമുള്ളവർക്ക് തിരികെ പോവാം. ഈ ഗ്രന്ഥം കയ്യിലുള്ളിടത്തോളം കാലം നമുക്കൊന്നും സംഭവിക്കില്ല. ആരും പോകരുത്, ഒന്നും സംഭവിക്കില്ല. विष्णु सजोष सेवा भक्तं तु भाग्यः युम्नैर्वा
പരസ്യം ഓപ്പൺ ദ ഡോർ. ഇത് വീടോ കൊട്ടാരമോ? പുറത്ത് ഇങ്ങനെയാണെങ്കിൽ അകത്ത് എന്തായിരിക്കും സ്ഥിതി? നിന്റെ സമയം തെളിഞ്ഞടാ. അതിലും വലുതാ മണിക്കാ. നോക്ക്, വന്നതുപോലെ മടങ്ങുന്നതാ ബുദ്ധി. അച്ഛന്റെ അവകാശം പറഞ്ഞു ചെന്നാൽ ചിലപ്പോ തലയില്ലാതെ ചിരിച്ചു മടങ്ങേണ്ടി വരും. ഭയന്ന് പിന്തിരിഞ്ഞ് ഓടാനല്ല മാനിക്കൻ ഇറങ്ങി തിരിച്ചത്. ഈ കൊട്ടാരത്തിന്റെ ഒരു അവകാശം എനിക്ക് കൂടി ഉള്ളതാ. ആദ്യം നമുക്ക് ആ തുറുപ്പ് ചീട്ടടക്കാം. നീ റെഡിയല്ലേ? ഞാൻ എപ്പോഴേ റെഡി. ആ നമ്പൂരിയുടെ പേരെന്താന്നാ പറഞ്ഞേ? ഋഷികേശൻ നമ്പൂതിരി. ആ എന്നാ വിളിക്ക്. അതിന് അയാൾ നമുക്ക് അറിയില്ലല്ലോ. വിട്ടി കൃഷികേശവ കൃഷികേശവാന്ന് നീട്ടി വിളിച്ചാ പോരെ? ഇറങ്ങി വരുമ്പോ അപ്പൊ പിടിക്കാം. ഋഷികേശവോ യാറുമില്ലടാ എങ്ക ഇറങ്ങി വാടാ വെളിയില്. വാടാ വാടാ വാടാ. അയ്യോ വടക്കം വീരകാരാ. എന്താ ഇവിടെ? ആരാ നിങ്ങള്? ഉനക്കെന്നെ തെറിയാതാ? പാറടാ മൂഞ്ചി. ഇന്ത മൂഞ്ചിയ പാറടാ. മഹേന്ദ്ര ആരവന്മാര് തന്നെയാ എനിക്ക് കാണേണ്ടത്. എടോ ഋഷികേശവ, തനിക്ക് എന്നെ അറിയില്ലല്ലേ? ഞാൻ ഋഷികേശനല്ല. ആവില്ല, അതും ഞങ്ങൾക്കറിയാം. അതല്ലേ ചോദിച്ചത്. ഞങ്ങൾക്ക് കാണേണ്ട ഋഷികേശവനെയാണ്. എവിടെ അയാൾ? അകത്തൊളിച്ചിരിക്കണെങ്കിൽ പുറത്ത്. എന്താ ഇവിടെ ഒരു ബഹളം? ആർക്കറിയാം? ഋഷിയേട്ടനെ കാണാനാ വന്നത്. അപ്പൊ താനായിരുന്നല്ലേ ഈ കൃഷി? കൃഷിയല്ല, ഋഷി. ഋഷി താനിവിടെ ഒളിച്ചിരിക്കായിരുന്നല്ലോ. ആണ്ടിപ്പെട്ടി അറമുഖത്തെ കബളിപ്പിച്ച് എത്ര നാള് താൻ നടക്കുമെന്ന് എനിക്ക് അറിയണം. വെറും 10,000 രൂപയിൽ ഒതുക്കാവുന്ന കേസല്ലടോ ഞാൻ. ആരാടോ താൻ? ഏത് 10,000? ഏത് അണ്ടിപ്പെട്ടി? അണ്ടിപ്പെട്ടിയല്ല, ആണ്ടിപ്പെട്ടി. ആണ്ടിപ്പെട്ടി ആവണംകോട്ട് അറമുഖം മുതലാളി. കൊല്ലം കുറെ പുറകോട്ട് നടക്കണം ആ കഥ മനസ്സിലാവാ. രാമൻകുട്ടി ചവിട്ടി ഇറക്കണോ ഈ പട്ടികളെ? ഋഷികേശവ വേണ്ട, തനിക്ക് അറിയണമല്ലേ 10,000 രൂപയുടെ കണക്ക്. എന്ന ഞാൻ പറയാ, എല്ലാവരും കേട്ടോ. തെക്കുംപാടത്ത് സൂര്യമംഗലം മനയിൽ നിന്നും മംഗലാപുരത്തെ ആവണംകോട്ടേക്ക് തന്റെ ഒരു പഴയ കൃഷി ഒതുക്കി തീർക്കാൻ രഹസ്യദൂതൻ കൈവശം 10,000 രൂപ കൊടുത്തയച്ച ഒരു തരികിട നമ്പൂതിരി ഇവിടെയുണ്ടല്ലോ. 10-18 കൊല്ലം മുമ്പ് നടന്നൊരു ഇടപാടിന്റെ കൂലിയായിട്ട് വേൽമുരുക ഓട് ഫാക്ടറിയിലെ ശിവകാമിക്ക് അറുമുഖം താനാകെ ഭയപ്പെട്ടു പോയല്ലേ? തന്റെ ഈ കലാപരിപാടി എവിടെ വരെ എത്തുന്നറിയാൻ ഞാൻ പരീക്ഷിച്ചു നോക്കിയതല്ലേ? ഓ, പഴയ വീറും വാശിയും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിന്റെയല്ല, എന്റെ സ്വന്തം അറുമുഖത്തിന്റെ. മഹേന്ദ്ര നാരായണ, ഇദ്ദേഹം ആരാണെന്നറിയോ? ആണ്ടിപ്പെട്ടി അറുമുഖം. വലിയ അണ്ടി കമ്പനി മുതലാളിയാ. വെറും ഒരു ഓട്ട് കമ്പനിയിൽ നിന്നും ആരംഭിച്ച് ഇന്ന് കോടിക്കണക്കിന് അണ്ടിക്ക് ഉടമയാ. ഇന്ന് തന്നെ ഞാൻ ഇവിടുന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല. ഇവിടെ ഹോട്ടലിൽ ഒരു മുറിയെടുത്ത് ഒന്ന് സുഖിച്ച് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാളെ കാലത്ത് പോവാ. മുറിയോ? എന്തിന്? ഇവിടെ തന്നെ താമസിച്ചാ പോലെ. നമ്പൂരിയുടെ ഇല്ലത്ത് താമസിച്ച് ഇവിടത്തെ പുളിശ്ശേരി, എരിശ്ശേരി, ചെറുശ്ശേരി ഒക്കെ കഴിച്ച് 2-3 ആഴ്ച കഴിഞ്ഞു പോയാ മതി. ഇല്ല മുതലാളി? അല്ല, അത് പിന്നെ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്ത്? പണ്ട് പാലക്കാട്ട് പോയപ്പോൾ നമ്മൾ കഴിച്ച രാമശ്ശേരി ഇഡലിയുടെ സ്വാദ് അന്ന് താൻ പറയുമായിരുന്നു, ഇതിനേക്കാൾ കിടകിടലിനിടലി എന്റെ ഇല്ലത്ത് ലഭിക്കുമെന്ന്. എന്തൊരു ഓർമ്മശക്തി! ആറുമുഖം പറഞ്ഞു നേരാ. അത് പണ്ട് അമ്മയുള്ള കാലത്ത്. അമ്മ പോയപ്പോ എല്ലാ രുചിയും കൊണ്ട് പോയില്ലേ? ആട് കിടന്നിടത്ത് പൂടെങ്കിലും കാണാതിരിക്കില്ലല്ലോ. ആരുടെ? ഈ പെങ്ങന്മാരുടെ ശരീരം കണ്ടാൽ അറിയാം നല്ല പാചക വിദഗ്ധളാണെന്ന്. നേരാ. അല്ല, നമുക്കൊരു ഹോട്ടലിൽ മുറിയെടുത്ത് എന്നാ ഞങ്ങള് പോയിട്ട് ശിവകാമിയെയും കൂട്ടി. വേണ്ട, തന്നെ ഇന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല. വന്നേ ഒരു കാര്യം പറയട്ടെ. സത്യം പറ, ആരാ നിങ്ങള്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഓഹോ, ഇനിയും മനസ്സിലായില്ലല്ലേ? എങ്കിൽ മനസ്സിലാക്കി തരാം. വേൽമുരുക ടൈൽ ഫാക്ടറിയിലെ ശിവകാമിയെ. ഓ, ആ കഥയൊക്കെ എനിക്കറിയാം. നിങ്ങൾ ആരാന്ന് എനിക്ക് മനസ്സിലാകാത്തത്. പറഞ്ഞല്ലോ, ആണ്ടിപ്പെട്ടി. ഓ, ഒരു ആണ്ടിപ്പെട്ടി. ശിവകാമിയും നിങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് എനിക്കറിയേണ്ടത്. നമ്പൂതിരി, ഊരും പേരുമില്ലാത്തൊരു പൊട്ടിപ്പെണ്ണാണ് ശിവകാമി എന്ന് താൻ കരുതിയല്ലേ? എന്നാ കേട്ടോ, അവൾക്ക് ബന്ധുക്കളായി മറ്റാരും ഇല്ലെങ്കിലും തണ്ടും തടിയുള്ള ഒരു ആങ്ങളെ ഉണ്ടായിരുന്നു. ആ ആങ്ങളെയാണോ ഈ ആണ്ടിപ്പെട്ടി? വെറും 10,000 രൂപക്ക് എന്റെ പെങ്ങളുടെ ബന്ധത്തെ ഒതുക്കി തീർക്കാമെന്ന് താൻ കരുതിയല്ലേ? തീരില്ലടോ, തീരില്ല. എന്റെ പെങ്ങൾക്ക് കിട്ടേണ്ട സകലമായ അവകാശങ്ങളും വാങ്ങിച്ചിട്ട് ഈ ആണ്ടിപ്പെട്ടി ഇവിടെ നിന്ന് പോകും. ആണ്ടിപ്പെട്ടി ചതിക്കല്ലേ? എന്റെ കുടുംബം കുട്ടിച്ചോറാക്കരുത്. എന്റെ പൊന്നു പട്ടിയല്ലേ, ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എന്താ നിനക്കും വേണം?
അയ്യോ. എന്ത് വേണമെന്നും എപ്പോ വേണമെന്നും ഞാൻ അപ്പപ്പോ പറയും. അതുവരെ ഈ ആന്റിപ്പെട്ടിയും ഈ പരശുപ്പെട്ടിയും ഇവിടെ തന്നെ കാണും. ഈ ഇല്ലത്ത് തേച്ച് കുളിച്ച് ഉണ്ടുറങ്ങി വിളയാടുമെടോ. ഊണുമുറി എവിടാ? പെങ്ങന്മാരെ ഊണ് വിളമ്പുക. ഹായ് വരിക. വേണ്ട, കളത്തിന് പുറത്തിറങ്ങ്. പൂവ് അശുദ്ധമാക്കണ്ട, പുറത്തിറങ്ങാനാ പറഞ്ഞത്. അശുദ്ധോ? എനിക്കോ? ആഹാ, കാര്യം കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ അശുദ്ധക്കാരിയായോ? എന്നാ വേണ്ട. എന്നാ പൂവ്. ഒരു കളിയായിട്ടാ അങ്ങനെ ചോദിച്ചെന്ന് എനിക്കറിയാം. പക്ഷേ കളിയായിട്ടാ ഞാൻ പറഞ്ഞെന്ന് ആരാ പറഞ്ഞത്? അല്ല, കാര്യമായിട്ടാ ഞാൻ വിളിച്ചത്. പക്ഷെ ഇപ്പോഴല്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്കൊരു ലക്ഷ്യമുണ്ട്. അത് നേടിയെടുക്കും വരെ മറ്റൊന്നും ചിന്തിക്കാൻ എനിക്കാവില്ല. പോയാലും ഞാൻ മടങ്ങി വരും. നിന്നെ കൊണ്ടുപോകും. എന്നെ വിശ്വസിക്കാൻ നിനക്ക്. വാമനേട്ടനും അയ്യപ്പൻകുട്ടിയും വന്നോ? ഇല്ല, എത്താറാവുന്നേ ഉള്ളൂ. ഒരിക്കൽ നാട്ടുകാർ പിടികൂടിയതല്ലേ. വേഷം മാറിയേ പോകുന്നാ പറഞ്ഞത്. ഈ അതിബുദ്ധിയാ എപ്പോഴും കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കുന്നത്. ഇതൊക്കെ ഹിന്ദുക്കളുടെ പൂജക്കുള്ള സാധനങ്ങളല്ലേ? ഇസ്ലാമായ നിങ്ങൾക്ക് എന്തിനാന്നാ ഞാൻ ആലോചിക്കുന്നത്. അതെ, ഇവിടെ കെട്ടിയോ നൗക്കാദറിന്റെ ദേഹത്തൊരു ബാധ കൂടി, അതിനെ ഒഴിപ്പിക്കാനാ. ബാധയ്ക്ക് ഹിന്ദു എന്നോ ഇസ്ലാമെന്നോ ക്രിസ്ത്യാനി എന്നോ ഉണ്ടോ? അല്ലടയ്യപ്പ. അല്ല, അല്ലടി ഐഫ. അതെ, വെടിവെപ്പാൻ ഒന്ന് ലൈഫിനാ ബീബി എന്റെ മുഴുവൻ പേര്. എന്റെ നാത്തൂനാ. പറയില്ലേ, എന്റെ നാത്തൂനാ. അപ്പൊ നാൽപ്പാമര കൂട്ടെടുത്തു. ഇനി എന്താ? ചേട്ടന് വായിച്ചു കൊടുക്കണേ. ലിസ്റ്റ് നോക്കി ചന്ദനം, കുങ്കുമം, രാമച്ചം, ഇരുവേലി. ഇരുവേലി മണമുള്ളതോ മണമില്ലാത്തതോ? പുകച്ച് പുറത്തി അടിക്കാനല്ലേ. മണമില്ലാത്ത മതി. നല്ല നാറ്റം ഉണ്ടായിരിക്കണം. ഇതിന് വല്ലാത്ത നാറ്റം. ഷട്ടിടാൻ മറന്ന്. കുന്തിരിക്കവും ദർഭയും അകത്തിരിക്കുക. ഞാൻ എടുത്തോണ്ട് വരാം. എന്ത് മണ്ടത്തരം നീ കാണിച്ചേ? അയാള് കണ്ടില്ല. ഭാഗ്യം. മാമനേട്ടാ, ഈ പരതാ ബുദ്ധി നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ആ വണ്ടിക്കാരൻ തെണ്ടിയാൻ പറ്റിച്ച് നാട്ടുകാരെ തല്ലുകൊള്ളാതെ രക്ഷപ്പെടായിരുന്നു. അതെങ്ങനെയാടാ? തലയിലെടുത്ത് മാറ്റാൻ പറ്റുമോ? കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടിയല്ലേ പറ്റൂ. വാലേക്കും അസ്സലാം. ഇതൊന്നില്ല, ഡ്യൂപ്ലിക്കേറ്റ്. അവന്മാരെ പിടി. ഗൗരി, ഗൗരി, എന്താ? എത്രയും വേഗം രക്ഷപ്പെടണം. എന്താ കാര്യം പറ. അയ്യപ്പൻകുട്ടി വാമനേട്ടനെ നാട്ടുകാർ അങ്ങാടി വെച്ച് പിടിച്ചു. എല്ലാം അറിഞ്ഞെന്നാ തോന്നണേ. കൂട്ടത്തോടെ വരിക ഇങ്ങോട്ട്. കയ്യിൽ ആയുധങ്ങളുണ്ട്. ഗൗരി, എന്നെ വിട്ടേച്ച് പോവുകയാണോ? ഗൗരിക്ക് പകരം എന്നെയാവും അവര് തല്ലിക്കൊല്ല. ചാടിക്കോ. ചാടിയടാ, വെള്ളത്തിലിട്ട് പിടിക്കാം. ചാടിക്കോ. നമ്മുടെ ചങ്ങാരമറയിലെ തേവർത്തറയിൽ പുറം ദേശക്കാർ പതിഞ്ഞു വന്നിരിക്കണ്. പുറം ദേശക്കാരാ? ആണ് മൂപ്പ. രണ്ട് ആണുങ്ങൾ ഒരു കിടാത്തിയുണ്ട്. കുടിച്ചു കൊണ്ടുവാ. കൊണ്ടുവരുന്നുണ്ട് മൂപ്പ. ചെങ്ങാരമല താണ്ടി വന്ന എന്തിനാണെന്ന് ചൊല്ലിൻ. ഞാൻ പറയാൻ പോവാ. ബ്രഹ്മദേശത്ത് ഞങ്ങളൊരു പൂജ വഴിതെറ്റി വന്നതാ. മൂപ്പ തേവർത്തറ തൊട്ടാല് തീക്കുണ്ടത്ത് കൂടി നടത്താൻ നല്ല ശിക്ഷ. തീക്കുണ്ടോ? ഞാൻ പിടിച്ചു കെട്ടിയപ്പോ ഇവന്താ മൂപ്പ ഓടാൻ തുടങ്ങിയത്. എന്നാലെ കൊണ്ട് ഇവനെ തീക്കുണ്ടത്തി കൂടി നടത്തിക്ക്. പറഞ്ഞു കൊടുക്കടാ, എന്റെ കാലിൽ ആളിയാണ്. എന്താ? ഇവന്റെ കാലിൽ ആണിയാണ്. എന്നാ ചൊല്ലിൽ. ചങ്ങാരമല താണ്ടി വന്ന എന്തിനാണ്? ഈ കിടാത്തിയതാ? കട്ടോട്ട് വന്നതാ? കെട്ടാൻ കൊണ്ടുവന്നതാ. എടാ ഗൗരി, നീ പ്രേമിച്ച പെണ്ണാണെന്ന് പറയടാ. എന്നാൽ ഇവന്മാര് വിടൂ. പറയടാ.
കട്ടോണ്ട് വന്നതല്ല, കെട്ടാൻ കൊണ്ടുവന്ന. എന്നാ അയാൾക്ക് മനസ്സിലായില്ലടാ. കല്യാണം കല്യാണം. തെളിച്ച് പറയടാ. താലി താലി. അപ്പ പൊറപ്പിക്കാൻ കൊണ്ടുവന്നതാ. ആണാ മോളെ? ആണപ്പാ, നല്ല മൊഞ്ചുള്ള പെണ്ണന്മാരനെ നമുക്ക് കെട്ടിക്കാം. നമുക്ക് കെട്ടിക്കാം. കുറവേടി വേണം കൊട്ടി. അയ്യോ എന്നെ നിലം തൊടിയിക്ക്, എന്നെ കൊല്ലരുത്. അയ്യോ എന്നെ നിലത്തെറിഞ്ഞ് കൊല്ലരുത്. എന്താ, എന്താ? നമസ്കാരം. ക്ഷേത്രം കൊള്ളയടിക്കാൻ എത്തിയവന്മാരാ. കൂടെയുള്ളവർ രക്ഷപ്പെട്ട് കളഞ്ഞു. അയ്യോ എന്നെ നിലത്തിറക്കിയ സത്യം പറ, ഞാൻ കൊള്ളക്കാരനല്ല. ആ താഴെ ഇറക്ക്. പിന്നെ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ തെക്കൂന്ന് വരിക, സൂര്യമംഗലം മനെ. സൂര്യമംഗലത്ത് നിന്നോ? ഓ, വർഷങ്ങൾക്ക് മുമ്പ് സൂര്യമംഗലം മനയെന്ന് ഒരു നമ്പൂരി വന്ന് ഇവിടെ യക്ഷിയെ തളച്ചിരുന്നു. അവൾ പുനർജനിച്ച്. എന്റെ ഇളവനക്കാവിലമ്മേ, എന്താ ഈ കേക്കണേ? യക്ഷി പുനർജനിച്ചോ? ക്ഷേത്രത്തിനകത്ത് ആരെങ്കിലും കടക്കുകയോ ആ ചിലമ്പിന് അനക്കം സംഭവിക്കുകയോ ചെയ്താൽ പൂർവാധികം ശക്തിയോടെ അവൾ പുനർജനിക്കും. സഭാവതി, ക്ഷേത്രത്തിനകത്ത് ആരോ നേരത്തെ കടന്നിട്ടുണ്ടാവണം. അതെങ്ങനെയാ? അതിനുശേഷം അമ്പലവാതിൽ തുറന്നിട്ടില്ലല്ലോ. നിങ്ങൾ ഏത് വഴിയാ അവിടെ കയറി കൂടിയത്? പുറകുവശത്തെ ചെറുവാതിലൂടെ. വരിക, ആ വഴികാട്ടി തരിക. ഇതുവഴിയാ കയറിയത്. അയ്യോ പൂട്ടിരിക്കുന്നു. പ്രാന്ത് പോലുമ്പോ നടന്നത് പറയൂ. സത്യം പറയാ, ഇതുവഴിയാ കയറിയത്. അകത്തേക്ക് കയറാൻ ഒരു പെൺകുച്ച സഹായിച്ചത്. പൂജ കഴിയും വരെ അവളും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ട് അവളവിടെ? നിങ്ങൾ എല്ലാരും കൂടി എന്നെ ഓടിച്ചപ്പോ ബ്രഹ്മചാരിയോടൊപ്പം അവളും പോയി. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അർത്ഥമുണ്ട് സഭാവതി. തവളയില്ലാക്കുളത്തിലെ മണ്ഡൂകങ്ങൾ പുലർച്ചെ പതിവില്ലാതെ ശബ്ദിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സൊന്ന് പിടഞ്ഞതാ. ആരെ തളയ്ക്കാനാണോ ആ ബ്രഹ്മചാരി ഇവിടെ എത്തിയത്, അവൾ തന്നെയാ ഇപ്പൊ അയാളുടെ ഒപ്പം കൂടിയിരിക്കുന്നത്. സൂര്യമംഗലത്തെ നമ്പൂതിരിയുടെ ദൗത്യാഹ്വാനം ബ്രഹ്മദേശത്തിന്റെ മോക്ഷപ്രാപ്തിക്ക് കാരണമായി. നിത്യപൂജയ്ക്കായി ക്ഷേത്രം തുറന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ബ്രഹ്മചാരിയായ ആ ഗൗരീദാസന്റെ നാശത്തിനാണ് ഇനി അത് വഴിതെളിക്കുക. അതിനുവേണ്ടി തന്നെ ആവണം അവൾ കാത്തിരുന്ന് പുനർജനിച്ചതും. അവളുടെ കാമപൂരണത്തിന് ഭംഗം വരുത്തിയ ബ്രഹ്മദത്തിനോടുള്ള പക അവൾ അവനിൽ തീർക്കും. അവനെ പ്രാപിച്ച് കൊല്ലുക തന്നെയാണ് അവളുടെ ലക്ഷ്യം. എന്തെങ്കിലും ഒരു പ്രതിവിധി കാണുന്നുണ്ടോ തിരുമേനി? ഉണ്ട്. ഈ നമ്പൂതിരിക്ക് മാത്രമേ ഇനി അതിന് കഴിയൂ. എത്രയും വേഗം ഇല്ലത്തേക്ക് മടങ്ങുക. അവനെ വകവരുത്താൻ ഒപ്പം കൂടി യക്ഷിയാണ് അവിടുന്ന് അവനെ ബോധ്യപ്പെടുത്തുക. തവളയില്ലാക്കുളത്തിൽ നിന്നും അദൃശ്യ ദൃശ്യമന്ത്രം മണ്ഡൂകത്തിൽ ആവാഹിച്ച് ഞാൻ നിങ്ങൾക്ക് തരാം. മണ്ഡൂകത്തിന്റെ സാമീപ്യം ശരീരത്തിൽ ഉളവാകുന്ന ആർക്കും അവളെ ഉഗ്രരൂപത്തിൽ രസിക്കാൻ സാധിക്കും. കേവലം ഒരു തവളയാണെന്ന് കരുതി അവിശ്വസിക്കാതിരിക്കുക. ഒന്നോർമ്മിക്കുക, അവരൊന്നു ചേർന്നാൽ അവന്റെ അന്ത്യമായിരിക്കും ഫലം. അവരൊന്നിക്കാൻ പാടില്ല, പാടില്ല. നമ്മുടെ ആചാരപ്രകാരം തേവരുടെ ഭസ്മം ചാർത്തി ചെക്കന് മുത്തം കൊടുക്കും. ആ, അതാ ഞങ്ങളുടെ ആചാരം. ഓരോരോ ആചാരങ്ങളെ തന്നോളൂ. അവളല്ല, ഇവിടുത്തെ കന്യക. ഇതെന്തൊരു ആചാരം? ഇനി ചെക്കനെ കൊണ്ടുപോയി മുത്തിയെ തൊഴിപ്പിച്ചവനെ. മുത്തിയ? ആ, ഞങ്ങളുടെ പരദേവത. കൊച്ചു മെനക്കേറുണ്ടാക്കും. കയ്യിന്ന് വിട്, കയ്യിന്ന് വിട് കൊച്ചേ. അയ്യോടാ, തള്ളാതെ വെച്ചേ, തള്ളാതെ വെച്ചേ. മുത്തിയെ കുമ്പിടുങ്ക. ഓ മുത്തി. ആസാരല്ലേ എന്നോട് സമ്മാന.